പണിയൊക്കെ ചെയ്തത് VSൻ്റെ കാലത്തും അതിൻ്റെ വിളവെടുത്തത് പിണറായി വിജയൻ്റെ സർക്കാർ ആണെങ്കിലും ആളുകൾക്ക് എതിർപ്പ് കോൺഗ്രസിനോടാണ്. കാരണം കോൺഗ്രസ് ആണല്ലോ ഈ വഖഫ് നിയമം 95-ൽ ഭേദഗതി ചെയ്ത് ഇപ്പോഴത്തെ നിലയിലെത്തി. ഈ വിഷയത്തിൽ വഖഫ് ബോർഡ് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ 2016-ൽ സഖാവ് പിണറായി വിജയൻ മൂന്നാമതും LDFൻ്റെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ചക്ക കുഴഞ്ഞു മറിഞ്ഞതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോഴും പാലക്കാടെന്ന്. അതെ, അത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് മാത്രമല്ല, ഒന്നാമത് ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൽ തന്നെ ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേള നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. മറുകണ്ഠം ചാടലുകളുടെ വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് എത്തി. പലതും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ആർക്കാണ് മേൽക്കൈ? പതിവ് പോലെ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ ഉടലെടുത്തവ ദീർഘകാലം നിലനിൽക്കും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ? ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. പാലക്കാട് അങ്ങ് കരുതുകയാണോ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴും എന്ന്? വളരെ ചക്ക കുഴഞ്ഞു മറിഞ്ഞതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോഴും പാലക്കാടെന്ന്? അതെ, അത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് മാത്രമല്ല, ഒന്നാമത് ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൽ തന്നെ ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. CPM-കാരനല്ലാത്ത ആളെ CPM സ്ഥാനാർത്ഥിയാക്കും സ്വതന്ത്രനായിട്ട്. അപ്പോൾ പോലൊരു അന്തസ്സുണ്ട്. പാർട്ടി വിട്ടു പോകുന്ന ഒരാളെ ഒരു സ്വതന്ത്രനായിട്ടാണ് നിർത്തുന്നത്, അല്ലാതെ പാർട്ടിയുടെ ചിഹ്നത്തിലല്ല. നമുക്ക് മനസ്സിലാക്കാം, പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2 തവണ 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. അവിടെ ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടറാണ്, ഇതുവരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്. വല്ല വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മത്സരിപ്പിക്കുന്നു. പക്ഷേ 3-ാം സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അത് ഒരു വശം. അതേ സമയത്ത് തന്നെ BJPക്ക് നല്ല സാധ്യതയുള്ള, എന്നാൽ ജയിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ലാത്ത, പാർട്ടിയുടെ കോട്ടയെന്നൊന്നും പറയാൻ പറ്റാത്ത, മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കൊണ്ട് പഞ്ചായത്തിലെ വോട്ടിനെ മറികടക്കുകയാണെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി. അതിനുള്ള പാർട്ടി മെഷീനറി ഉണ്ട്. സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് നല്ല ഓളം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. മറിച്ച് മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റാണ്, കഴിഞ്ഞ 3 തവണ ജയിച്ച സീറ്റാണ്. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ബാധിക്കുക. ഈ തെരഞ്ഞെടുപ്പിന് അല്ലാണ്ട് ചരിത്രപരമായ വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ആര് ജയിച്ചാലും ഇതിൻ്റെ റിസൾട്ട് കൊണ്ട് മന്ത്രിസഭ സംസ്ഥാനത്ത് ഭരണമാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതിപ്പോൾ ചേലക്കരയിലാണെങ്കിലും ഇല്ല. ഈ വയനാട്ടിലെ റിസൾട്ട് പോലും മറ്റു തരത്തിലുള്ള പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ആ രീതിയിലൊക്കെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷേ ഈ ഹിന്ദുത്വത്തിൻ്റെ ഒരു വേലിയേറ്റം, പ്രത്യേകിച്ച് മുനമ്പത്തിന് ശേഷം, അത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല ക്രൈസ്തവരുടെ ഇടയിലുമുണ്ട്. പാലക്കാട്ട് ഒരു ചെറിയ ക്രൈസ്തവ ന്യൂനപക്ഷവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണ്. അതിന് എന്തുമാത്രം ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരി. അപ്പോൾ ഈ മുനമ്പം വളരെ ശക്തമായി സ്വാധീനിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പല ചർച്ചകളിലുമൊക്കെ തന്നെ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ചാനലുകളുടെയൊക്കെ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്, എല്ലായിടത്തും ജനങ്ങൾ ഈ വഖഫ് നിയമത്തെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഏത് ഭൂമിയിൽ അവർ അവകാശവാദം ഉന്നയിക്കും എന്നുള്ള ചോദ്യമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെറിയ ഒരു സംഭവമേ അല്ല, ചെറിയ സംഭവമല്ല. അപ്പം മതേതര പ്രതിച്ഛായുള്ള ആളുകൾ, സാധാരണഗതിയിൽ ജാതി മതത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് മുനമ്പത്തുള്ളത്. ഏത് കാലത്തും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ലത്തീൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളുകളെ പോലെയല്ല, അവരും കോൺഗ്രസ്സുകാരാണ് ബഹുഭൂരിപക്ഷം. എങ്കിൽ പോലും എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത, എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഫോർട്ട് കൊച്ചി മുതൽക്ക് അല്ലെങ്കിൽ ചെല്ലാനം മുതൽക്ക് അങ്ങോട്ട് ഗോതുരുത്ത് വരെയുള്ള ഒരു പ്രദേശത്തുള്ള ഈ സാധാരണക്കാരായ ലത്തീൻ കത്തോലിക്കർ ബഹുഭൂരിപക്ഷവും 95% കോൺഗ്രസ്സുകാരാണ്. അവരെന്ത് തന്നെയാണെങ്കിലും കൈപ്പത്തിക്ക് ചെയ്യും. ഈഴവർക്ക് അരിവാൾ പോലെയാണ് കോൺഗ്രസ് ഈ ലത്തീൻകാർക്ക് കൈപ്പത്തി എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞാൽ സോണിയാഗാന്ധിയാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊരു വിഭാഗത്തെ വല്ലാതെ അന്യവൽക്കരിച്ചു എന്നുള്ളതാണ്. അതിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണിയൊക്കെ ചെയ്തത് VSൻ്റെ കാലത്തും അതിൻ്റെ വിളവെടുത്തത് പിണറായി വിജയൻ്റെ സർക്കാർ ആണെങ്കിലും ആളുകൾക്ക് എതിർപ്പ് കോൺഗ്രസിനോടാണ്. കാരണം കോൺഗ്രസ് ആണല്ലോ ഈ വഖഫ് നിയമം 95-ൽ ഭേദഗതി ചെയ്ത് ഇപ്പോഴത്തെ നിലയിലെത്തിച്ചു. ആ കോൺഗ്രസ് തന്നെയാണല്ലോ ഇപ്പോൾ BJP കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതിയെ എതിർക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യം കൊണ്ടും ഇവർക്ക് ഇത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ സതീശനാണെങ്കിലും ഇവിടുത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണെങ്കിലും ഒക്കെ അവിടെ പോയി ഈ വിഷയം ചെല്ലാനത്ത് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി വരാപ്പുഴ മെത്രാനരമ്പിൽ ചെന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് സമ്മതിച്ചാലും നാട്ടുകാരൻ വൈകിട്ടെ, അത് വലിയ വിഷയമല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. അത് ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഇടയിലും മാത്രമല്ല ക്രൈസ്തവരുടെ ഇടയിലും
അതിനേക്കാളും ഹിന്ദുക്കളുടെ ഇടയിലും നല്ലപോലെ ഏച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഓക്കെ. ഈ വിഷയത്തിൽ വഖഫ് ബോർഡ് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ 2016 സഖാവ് പിണറായി വിജയൻ മൂന്നാമതും LDFൻ്റെ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഒരു സംശയമില്ല. ഓക്കെ. കാരണം ഇതുകൊണ്ടൊന്നും BJP ജയിക്കാൻ പോകുന്നില്ല നമുക്കറിയാം. പക്ഷേ കോൺഗ്രസ്സിന് നിർണായകമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ബേസിൽ വലിയൊരു വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചെറിയ ഭാഗം BJPയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്കോ പോയാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇനിയിപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചവരുള്ള 39% മുസ്ലിം വോട്ട് പൂർണ്ണമായും ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെ കിട്ടുമോ, അത് വിഘടിച്ച് പോകുമോ, ഇത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ചിലരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഷാഫിയുടെ നിയന്ത്രണത്തിൽ നിന്ന് കോൺഗ്രസ് പോകുമോ എന്ന് ഷാഫിക്ക് ചിലപ്പോൾ ഒരു സംശയം ജനിച്ചേക്കും. ഇങ്ങനെ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ അങ്ങ് കാണുന്നത്? അല്ല, അതിപ്പോൾ മുസ്ലിം വോട്ടിനെ എന്തുമാത്രം ബാധിക്കും നമുക്കറിയില്ല. പിന്നെ ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ എന്തുമാത്രം ഉണ്ടെന്നും പറയാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ഈ സമയത്ത് ഗേജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വേറൊരു വലിയ വിഷയം കൂടി ഉണ്ടാകുന്ന വെച്ചാൽ ഈ സാമുദായിക ധ്രുവീകരണം അതിഭയാനകമായ രീതിയിൽ കേരള സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ട്. ഈവൻ ചേലക്കരയിൽ പോലും ഉണ്ട്. എൻ്റെ ഒരേ ഒരു സഹോദരി വിവാഹം കഴിച്ചിട്ടുള്ളത് ചേലക്കര മണ്ഡലത്തിൽപ്പെട്ട ദേശമംഗലം പഞ്ചായത്തിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെയും ഈ വികാരം വളരെ ശക്തമാണ്. BJP സ്ഥാനാർത്ഥി നല്ലപോലെ പ്രവർത്തനം നടത്തുന്നുണ്ട്, അദ്ദേഹത്തിന് സാമാന്യേന സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നാണ്. സാധാരണ ഈ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിലൊന്നും അങ്ങനെ വലിയ വീറും വാശിയുമുള്ള പോരാട്ടമൊന്നും നടക്കാറില്ല. അപ്പോൾ ചേലക്കരയിൽ പോലും ഈ സാമുദായികമായ ധ്രുവീകരണം നടക്കുന്നു, BJPക്കാരൻ നന്നായിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്ഥാനത്ത് പൊതുവേ തന്നെ ഈ ഒരു വികാരമുണ്ട്. പ്രത്യേകിച്ച് ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മുനമ്പത്താണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ അത് നല്ലപോലെ ചിലവായിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളൊക്കെ പരമാവധി ഇത് സോഫ്റ്റ് പെഡൽ ചെയ്ത് നിൽക്കുന്നത്. ഇത് വഖഫല്ല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ മുനമ്പം ഉണ്ടാക്കിയ ഒരു വിപരീത വികാരം തീർച്ചയായിട്ടും കോൺഗ്രസിനെതിരായിട്ടാണ്. അത് LDFനെതിരായിട്ടല്ല. അതല്ല ഏറ്റവും വലിയ തമാശ. ഈ മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജിയെ അന്വേഷണ കമ്മീഷനായിട്ട് വച്ചത് VS സർക്കാരാണ്. പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു അന്ന് വഖഫ് മന്ത്രി. അവരുടെ റിപ്പോർട്ട് നടപ്പാക്കാൻ ഉദ്യമിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. അപ്പോൾ രണ്ടായാലും മുനമ്പത്തുകാരുടെ ഇന്നത്തെ ദുസ്ഥിതിയുടെ പ്രധാന കാരണക്കാർ LDF ആണ്. പക്ഷേ മുനമ്പത്തുകാരുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ വിദ്വേഷം എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരായിട്ടാണ്. കാരണം കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഇത് ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നു എന്നുള്ളതാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ഒരു പരിധിവരെ വയനാട്ടിലാണെങ്കിലും പോലും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ബാധിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ ഇല്ല എന്നാണ് എൻ്റെ അനുമാനം. അതെ 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 തീർച്ചയായിട്ടും. നമുക്കിനിപ്പോൾ മറ്റൊന്ന് രണ്ട് വിഷയങ്ങൾ, അതായത് ഇപ്പോൾ EP ജയരാജൻ്റെ പുസ്തകം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ച് എന്താണ്? ഈ DC പോലുള്ള ഒരു പബ്ലിഷേഴ്സിനെ നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ? ആരെങ്കിലും ഇതിനിടയിൽ കളിച്ചതാകുമോ? അതോ വൈകാരികമായി അന്ന് എഴുതി കൊടുത്തതായിരിക്കുമോ EP തന്നെ ഇപ്പോൾ നിലനിൽപ്പില്ലാതെ തിരുത്തി പറയുന്നതായിരിക്കുമോ? അല്ല, EP ജയരാജന് അദ്ദേഹത്തിൻ്റേതായ പല ആശങ്കകളും അദ്ദേഹത്തിന് പാർട്ടിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള വേവലാതികളുമുണ്ട്. അത് അദ്ദേഹം ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കുമ്പോൾ തന്നെ കൂടിയും കുറഞ്ഞും ഒക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും പുള്ളിയുടെ വിഷമം എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആക്കിയില്ല, അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ എടുത്തില്ല, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള വേവലാതികൾ ആ പാവത്തിനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആത്മകഥയിൽ ഈ കാര്യങ്ങൾ വന്നതിലും പ്രത്യേകിച്ച് അപാകതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയല്ലേ, അല്ലാണ്ട് പാർട്ടിയുടെ ചരിത്രമല്ലല്ലോ. ഒരു പാർട്ടിക്ക് ചരിത്രം എഴുതിയാൽ പോരെ. അദ്ദേഹത്തിൻ്റെ വേവലാതികൾ, അദ്ദേഹത്തിൻ്റെ ആകുലതകൾ പറയാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ആത്മകഥാ രചനയ്ക്ക് പോയത്. അല്ലാതെ ഇദ്ദേഹം മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റു ഒന്നുമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം ബാക്കിയുള്ളൊരു മാതൃകയാക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഒരു ജീവചരിത്രം എഴുതാൻ ഉദ്ദേശിച്ചു. അത് അദ്ദേഹം ആർക്കോ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം സ്വന്തമായിട്ടൊന്നും എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോസ്റ്റ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഗോസ്റ്റ് റൈറ്റ് ചെയ്ത ആൾ അത് DTP എടുത്ത് DC കിഴക്കേ മുറിക്കുക അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചു. അതൊക്കെ ശരിയായിരിക്കും. കരാർ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഒരു പക്ഷേ അതിൻ്റെ കരണ്ട് പരിശോധിക്കാൻ DC ബുക്സിനെ ഏൽപ്പിച്ചായിരിക്കാം. അത് കൃത്യസമയത്ത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. ഏതോ കുബുദ്ധികൾ ചെയ്താണ്. ജയരാജനൊന്നും ചെയ്താവില്ല. ആ പത്രപ്രവർത്തകനായിരിക്കാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇത് ജയരാജൻ്റെ ആത്മകഥയില്ലാത്ത ആർക്കും പറയാൻ പറ്റില്ല. കാരണം ജയരാജന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ആ കഥയിലുള്ളത്. ഞാനത് മുഴുവൻ വായിച്ചു.
ജയരാജന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പുള്ളി പാർട്ടി ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് തോന്നില്ല. മുഴുവനായിട്ട് വായിച്ചാൽ അങ്ങനെ വളരെ ഒഫൻസീവായിട്ട് അല്ലെങ്കിൽ ഒഫൻഡിങ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ചില സങ്കടങ്ങൾ ഇങ്ങനെ തൊട്ടും തുടിച്ചുമൊക്കെ പല സ്ഥലത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നോട്ട് പുതിയ സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. പക്ഷേ ഈ മാധ്യമങ്ങളിൽ ഒരു ബന്ധം വെച്ച് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ മുക്കും മൂലയെ കൂടി വെച്ചിട്ട് അതിന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നി. അല്ല അത്ര വലിയ പാർട്ടി അച്ചടക്ക ലംഘനം ഒന്നും അതിൻ്റെ അകത്തുള്ളതായിട്ട് തോന്നിയില്ല. ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ട് എന്തുവേണമെങ്കിലും ചെയ്യാം. പണ്ട് ചായ കുടിക്കാതെ തന്നെയാണ് എം വി രാഘവനെ പുറത്താക്കിയത്. അല്ലാണ്ട് ബദലേഖ അവതരിപ്പിച്ചതല്ല. ചായ ഗ്ലാസ് മുമ്പിൽ കൊടുത്തു വെച്ചാൽ ചായ കുടിക്കുന്നു, ഞാൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞു. അത് വലിയൊരു പാർട്ടി അച്ചടക്ക ലംഘനമായിട്ട് എടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാർട്ടി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി ജയരാജൻ അത് അത്ര വലിയൊരു അച്ചടക്ക ലംഘനമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ഈ കൃത്യസമയത്ത് പുറത്തുവിട്ട കുബുദ്ധികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആണി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കും. അതെ, തീർച്ചയായിട്ടും. അങ്ങ് ശ്രദ്ധിച്ചോ, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പാലക്കാട് തന്നെ വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. ആദ്യം സരിൻ്റെ മറുകണ്ഠം ചാട്ടം, പിന്നീട് BJPയിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അസ്വാരസ്യം, അതിന് പിന്നാലെ നീലപ്പെട്ടി പാതിരാ റെയ്ഡ്, സന്ദീപ് വാര്യർ, EP ജയരാജൻ്റെ പുസ്തകം, ഇങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ അതിങ്ങനെ നിരനിരയായി ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, റിലേ ബാറ്റൺ കൈമാറുന്ന പോലെ. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു ഭരണമാറ്റവും ഇതുമൂലം ഉണ്ടാകില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. കാരണം BJP അതിന് പടിവാതിലെത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇപ്പം തിരുവനന്തപുരം ഈസ്റ്റ് പോലെ നമ്മുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് പോലത്തെ ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറിയിട്ടുണ്ട്. കുറേ കാലമായിട്ടുണ്ട്. ഏത് കാലത്തും BJP വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടില്ല. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇവർ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പരിധിക്ക് അപ്പുറമൊന്നും അത് വിജയിച്ചിട്ടില്ല. പക്ഷേ ഒരു പരിധി വരെ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശരിക്കും ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, മൂന്നാം സ്ഥാനത്തായി പോകുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ, ആ പാർട്ടിയുടെ വോട്ടുകൾ, അത് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ സരിൻ തീർത്തും മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും അന്യഥ CPMന് കിട്ടുമായിരുന്ന കുറേ വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് പോകാനും ഉള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ശ്രീധരൻ മത്സരിച്ചപ്പോഴൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായക്കാർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാവും, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയിടും, മറ്റേ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയിടും, അങ്ങനെ മറ്റേ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയെന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അത് സംഭവിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞേ, ഈ UDFന് കിട്ടുമായിരുന്ന കുറേയേറെ മുസ്ലിം വോട്ടുകൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടക്കമുള്ള വോട്ടുകൾ, പോപ്പുലർ ഫ്രണ്ട് SDP ഒക്കെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട്, കൊലപാതകമൊക്കെ ഓർക്കത്തില്ലേ, അവർക്ക് സംഘടനാ ശക്തി അത്ര അധികം ഇല്ലെങ്കിലും ഉള്ള കേഡർമാർ വലിയ തോതിൽ പ്രചരണം നടത്താൻ കഴിവുള്ളവരാണ്. ഒരു ലീഗുകാരൻ പിടിക്കുന്ന വോട്ടല്ല ഒരു PDPക്കാരൻ അല്ലെങ്കിൽ SDP പിടിക്കുന്നത്. അവർ വൈകാരികമായിട്ട് മതപരമായി വേറൊരു തലത്തിൽ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടു. SDPI കോൺഗ്രസിന് അത് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. SDPI അതെ, അത് സത്യത്തിൽ ഈ SDPI പാലക്കാട്ട് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ ദോഷമാണ്. കാരണം അവിടുത്തെ ഈ BJPക്കാർ മാത്രമല്ല, BJP ചിന്താഗതിയുള്ള ആളുകൾ അവരുടെ വോട്ട് കൂടി BJPയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാനായിട്ട് ഇത് ഇടയാക്കും. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പാലക്കാട് പോലെ വൈകാരികമായ മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ ചില ആൾക്കാർ പിന്തുണ പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥി തോറ്റു. പണ്ട് നമ്മുടെ PP തങ്കച്ചൻ 2001 തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 13 UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു. തങ്കച്ചൻ മാത്രം തോറ്റുപോയി. തങ്കച്ചനെ തോൽപ്പിച്ചത് മദനിയാണ്. മദനിയുടെ വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് പെരുമ്പാവൂർ ടൗണിൽ ആർക്കും അത് കാണാതെ കടന്നു പോകാൻ പറ്റില്ല, അവിടെ ഫിക്സ് ചെയ്തു. അതിൽ മദനിയുടെ വലിയ ഒരു പടവും അതിൻ്റെ ചെറുതായിട്ട് തങ്കച്ചൻ്റെ കൈപ്പത്തിയുടെ ഓരോ പടങ്ങളും ഉണ്ട്. PDPയുടെ പിന്തുണയുള്ള UDF സ്ഥാനാർത്ഥി PP തങ്കച്ചന് വോട്ട് ചെയ്യുക എന്നായിരുന്നു അതിലുണ്ടായിരുന്ന ആഹ്വാനം. അത് കണ്ടവരൊക്കെ തങ്കച്ചനെതിരായിട്ട് വോട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ തങ്കച്ചനെ ജയിപ്പിക്കാൻ മദനി ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വോട്ട് മറ്റേ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ സഹായിച്ചാൽ അത് ഭയങ്കര ടാങ്കായിട്ട് മാറും. ഇത് നമ്മൾ മലയാളത്തിൽ സ്നേഹപ്പാര എന്ന് പറയും. കാര്യം അവർ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇത് കിട്ടുന്ന ആൾക്ക് കൊടുക്കത്തെ പാരയായിട്ട് മാറും. അതെ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തിയിരുന്നു, അതിനുശേഷം ഈ ഹിന്ദു പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ളത്, അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമോ? അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാലക്കാട്ട് സവിശേഷ സാഹചര്യത്തിൽ, കാരണം ഇതൊരു ബൈ ഇലക്ഷനാണ്. ബൈ ഇലക്ഷനിൽ നമുക്ക് ഒരു ജനറൽ ട്രെൻഡ് കാണാൻ പറ്റില്ല. ചിലപ്പോൾ കാണും. ഇപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട പോലെ, അരുവിക്കരയിൽ ഭയങ്കരമായ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഓർക്കല്ലേ. അവിടെ രാജഗോപാൽ മത്സരിച്ചു. രാജഗോപാൽ ഒട്ടധികം വോട്ട് പിടിച്ചു. വിജയകുമാറിൻ്റെ വീടിരിക്കുന്ന
പഞ്ചായത്തിൽ അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിലൊക്കെ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് നായാടി മുതൽ നമ്പൂരി വരെയുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതും അദ്ദേഹത്തിൻ്റെ വലിയ ജാഥ നടത്തിയതുമൊക്കെ. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇപ്പോൾ BDJS രാഷ്ട്രീയമായിട്ട് വലിയൊരു വിജയമായിരുന്നില്ലെങ്കിൽ പോലും അവർക്ക് പൊളിറ്റിക്കലായിട്ട് വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പണ്ട് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ഒരു 10% അല്ലെങ്കിൽ 15% ഇഴവ സമുദായാംഗങ്ങളുണ്ടായിരുന്നു. അവർ ഇപ്പോൾ കോൺഗ്രസ്സിനെ കൈവിട്ടു. ആ വിഭാഗത്തിൻ്റെ വോട്ട് ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ BJP മുന്നണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ആലപ്പുഴയിലും ആറ്റിങ്ങലൊക്കെ കണ്ടത്. അങ്ങനെ ഒരു വികാരം ആ ഭാഗത്ത് ശക്തിപ്പെടുന്നത്. ഇപ്പോൾ ഈഴവർക്ക് തീരെയും സ്വീകാര്യമല്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കും എന്നുള്ളതാണ് സത്യം. ചില 1, 2, 3, 4 നേതാക്കന്മാർ ഒരു പക്ഷേ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് സമുദായത്തിൻ്റെ പിന്തുണ തീർത്തും ഇല്ലാതായി എന്ന് വേണം പറയാനായിട്ട്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്ക് മേൽക്കൈ എന്ന് പറയാൻ സാധിക്കില്ല. അൺപ്രഡിക്റ്റബിളാണ് സാഹചര്യമെന്നാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. നമുക്കും കാത്തിരിക്കാം ആരവിടെ നേട്ടമുണ്ടാക്കും, ആര് പിന്നിലേക്ക് പോകും. ത്രികോണ മത്സരത്തിൽ അപ്രതീക്ഷിതമായ ഫലം പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എല്ലാം 23-ന് അറിയാം. കാത്തിരിക്കാം നമുക്ക്. ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കറിന് നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.